ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ഹർജിയിൽ ഇടപെടുന്നില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. സമാനമായൊരു ചോദ്യം ഹൈക്കോടതിയും ചോദിച്ചിരുന്നു. ഭഗവാന്റെ സ്വർണം പോലും കൊള്ളയടിച്ചില്ലേ എന്നായിരുന്നു. ഇതിപ്പോൾ കൃത്യമായി സുപ്രീം കോടതിയും പറയുന്നു, ഈ കേസിൽ ഈ ഹർജിയിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ ഭഗവാന്റെ സ്വർണം നിങ്ങൾ കൊള്ളയടിച്ചില്ലേ എന്ന സുപ്രധാനമായ ചോദ്യമാണ് ചോദിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ, എന്തുകൊണ്ട് എൻ വാസുവിൻ്റെ ജാമ്യ ഹർജി തള്ളി? കൃഷ്ണരാജ്, എൻ വാസു കോടതിക്ക് മുൻപിലേക്ക്, സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിട്ടുള്ള ചില വാദങ്ങളുണ്ട്. അതിലൊന്ന് തൻ്റെ പ്രായം പരിഗണിക്കണം, ഒപ്പം ഈ വിഷയവുമായി തനിക്ക് ബന്ധമില്ല തുടങ്ങിയ നിരവധി വാദങ്ങൾ എൻ വാസുവിന് വേണ്ടി അഭിഭാഷകൻ കോടതിക്ക് മുൻപിലേക്ക് ഹർജിയിൽ എത്തിച്ചിരുന്നെങ്കിലും കോടതി നിരീക്ഷിച്ചത് ഒന്ന്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള ഹൈക്കോടതി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ ഹർജിയിൽ ഇടപെടേണ്ടതില്ല എന്ന പ്രാഥമിക നിരീക്ഷണമാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ വിഷയത്തിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഏറെ നിർണായകം. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന നിർണായകമായ ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയുണ്ടായി. കൂടാതെ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ കൃത്യമായി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തുകയും ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആഴത്തിൽ വിശദാംശങ്ങളിലേക്ക് പോകാനോ ഹർജിയിന്മേൽ വാദം കേൾക്കാനോ അതിൽ ഇടപെടാനോ തയ്യാറായില്ല എങ്കിൽ പോലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന നിർണായകമായ ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എൻ വാസുവിൻ്റെ ഹർജി തള്ളിയത് വിഷയം ഹൈക്കോടതി പരിഗണിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ നിലവിൽ ഇടപെടേണ്ടതില്ല എന്ന നിരീക്ഷണത്തിലാണ് സുപ്രീം കോടതി എൻ വാസുവിൻ്റെ ഹർജി തള്ളിയിട്ടുള്ളത്. ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തൻ്റെ പ്രായം പരിഗണിക്കണമെന്നും ഒപ്പം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ താൻ ദേവസ്വം കമ്മീഷണറായിരുന്നു, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് പങ്കാളിത്തമില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളായിരുന്നു കോടതിക്ക് മുൻപിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതെങ്കിലും അതൊന്നും വാദം കേൾക്കാനോ വിഷയത്തിൽ ഇടപെടാനോ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പക്ഷേ ഈ കേസിൽ മറ്റു പ്രതികളും കീഴ്ക്കോടതികൾ ജാമ്യ ഹർജി തള്ളുകയും അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടുകയും ചെയ്യുമ്പോൾ ഭാവിയിലും കേസിലെ പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും കോടതിയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളൊരു സൂചന നിലവിൽ സുപ്രീം കോടതിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന നിർണായകമായ ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. കൃഷ്ണ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയാണ്. ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ചില്ലേ എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണ.